ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സമയത്തിന് വിലയെന്ന് അമ്മ തന്നെ പഠിപ്പിച്ചെന്ന് ഓർമ്മ വേണം. എനിക്ക് ഇന്ന് പല മീറ്റിങ്ങുകളും ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിവെക്കേണ്ടി വന്നില്ലേ? കമ്പനിക്കാര്യം പോലെ പ്രധാനപ്പെട്ടതാ കുടുംബത്തിന്റെ കാര്യവും. നീ എന്താ അതൊക്കെ അങ്ങ് മറന്നുപോയോ? പലതും മറന്നു പോകുന്നത് ഞാനല്ല, അമ്മയാ. മനസ്സിലായില്ല? ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കുടുംബത്തെക്കുറിച്ചാ. ഭദ്രനങ്ങള് പറഞ്ഞു പഠിപ്പിക്കുന്ന കുതന്ത്രങ്ങളൊന്നും അല്ല കുടുംബം. കുടുംബം എന്ന് പറയുമ്പോ അതില് അമ്മ മാത്രമല്ല, ഭാര്യയുണ്ടെന്നുള്ള കാര്യം അമ്മ മറന്നു പോകരുത്. ഓ, ഭാര്യയുടെ തലയണ മന്ത്രവും കേട്ട് എന്നോട് കോർക്കാമെന്നതാണോ എന്റെ മകൻ? എന്നാ എന്റെ മകൻ ചില സത്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയാൻ പോകുന്നത് നിന്റെ ഭാര്യയുടെ ഗുണഗണങ്ങളാ. അത് കേട്ടിട്ട് നീ തീരുമാനിക്കണം അവളോടൊത്ത് ജീവിക്കണോ വേണ്ടയോ എന്ന്. നിന്റെ ഭാര്യയുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിരുന്നു. അയാള് എല്ലാ ഡീറ്റെയിൽസുമായി ഇങ്ങോട്ട് പുറപ്പെട്ടതാ. അതിനിടയില് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാം നിനക്ക് ഇന്ന് തന്നെ ബോധ്യപ്പെട്ടേനെ. എന്റെ ഭാര്യ ഈ കുടുംബത്തിന് ചേർന്നൊരു മരുമകളല്ലെന്നുള്ള ഡീറ്റെയിൽസ് ആയിരിക്കുമല്ലോ അമ്മ എന്നെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ പിന്നിൽ ആരാണെന്നും എന്തിനു വേണ്ടിയിട്ടുള്ള പ്ലേ ആണെന്നും മനസ്സിലാക്കാനുള്ള പ്രായമുണ്ട് എനിക്ക്. ഒക്കത്തെടുത്ത് നടക്കുന്ന പ്രായമല്ല എനിക്ക്. ഇനി ഇത്തരത്തിലുള്ള അന്വേഷണവും എന്നെയും ലക്ഷ്മിയും തമ്മിൽ തെറ്റിക്കാനുള്ള ചീപ്പ് പരിപാടികളും അമ്മ ഒഴിവാക്കുന്നതാണ് നല്ലത്. അർജുൻ, അമ്മേ, ലക്ഷ്മി എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ഭാര്യ. ബിസിനസ് കാര്യങ്ങളിലും വളരെ സ്മാർട്ടായിട്ടാ ലക്ഷ്മി ഇടപെടുന്നത്. അതൊക്കെ അഭിനയമാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ പലതിനെയും അങ്ങനെ കണ്ടൂടെ? അമ്മയുടെ സ്നേഹം അടക്കം. അർജുൻ, സോറി അമ്മ.